രഹ്ന ഫാത്തിമയും പങ്കാളി മനോജ് ശ്രീധറും വേർപിരിഞ്ഞു. 10 വർഷത്തിലേറെയായി ഇരുവരും ലിവിംഗ് ടുഗദറിലായിരുന്നു. ഈ ബന്ധത്തിൽ 2 കുട്ടികളുമുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് രഹ്ന ഫാത്തിമ വിവാദങ്ങളിൽ കുടുങ്ങിയിരുന്നു. എന്റെ പൊന്നുമക്കളെ, സത്യം പറയാലോ നിങ്ങളോട്, അതായത് ഈ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവകോപം അതൊരു വല്ലാത്ത പിടിച്ചത് തന്നെ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി. കാരണം 2 ദിവസം മുമ്പ് മുരാരി അയാൾ എന്ന് പറയുന്നത് ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴേ ഞാൻ ആദ്യം നിങ്ങളൊരു ക്ലിപ്പ് കാണിച്ചില്ലേ, അതിൻ്റെ അകത്ത് പറയുന്ന ഈ രഹ്ന ഫാത്തിമ നമുക്കെല്ലാവർക്കും അറിയുന്ന കുറച്ച് ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് ഇട്ട്, അതായത് അവരുടെ മുൻ പങ്കാളിയായ മനോജ് ശ്രീധർ എന്നെ വിട്ടുപോയി എന്നുള്ള തരത്തിൽ. അതായത് ഈ മനോജ് ശ്രീധർ എന്ന് പറയുന്ന വ്യക്തി കുറേ നാളുകളായിട്ട് കിടപ്പിലായിരുന്നു. ഇവരുമായിട്ട് വേർപിരിഞ്ഞിരുന്നു. അയാൾ എവിടെയോ ടൂറ് പോയപ്പോഴേ വാഹനം അപകടത്തിൽപ്പെടുകയും അങ്ങനെ അയാൾ ഇപ്പോഴൊരു 2-3 വർഷമായിട്ട് കിടപ്പിലാണ്. അതിൻ്റെ ഒരു 4-5 വർഷം മുമ്പാണ് ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞത്. അതിൻ്റെ ഒരു 2-3 വർഷം മുമ്പാണ് ഈ ശബരിമലയിലെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് കൃത്യമായിട്ട് മനോജ് ഉള്ളപ്പോൾ തന്നെയാണ്. പിന്നെ അത് മാത്രവുമല്ല, ഈ ശബരിമലയിൽ ആ ഒരു പ്രശ്നം കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ യുവതിയുടെ ജോലി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്താ പറയേണ്ടത്, അവരെ വളരെ ഇതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയെ തകർക്കാൻ വന്നു എന്നുള്ള തരത്തിലാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ കളിച്ചത് ആരാണെന്ന് ഇപ്പം പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് ചെയർമാൻ ആരോ ഒരാളുണ്ടല്ലോ, അതായത് സ്വർണ്ണക്കൊള്ള കേസിലെല്ലാം കുടുങ്ങിയത് തന്നെയാണ് അയാൾ. ഇപ്പോഴും പല കാര്യങ്ങളും അയാളുടെ ആത്മകഥയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതുമാത്രവുമല്ല, അവിടെ നിന്ന് ശ്രീജിത്ത് സാറ്, അതായത് അന്നത്തെ അവിടെ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള IPS ഓഫീസറാണ് ശ്രീജിത്ത് സാറ്, അങ്ങേരെയും അവിടെ നിന്നും മാറ്റിയിരുന്നു എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന അങ്ങേര് ഇറക്കിയിട്ടുണ്ട് ഈ പത്മകുമാർ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഹ്ന ഫാത്തിമയുടെ മുൻ പങ്കാളിക്ക് സംഭവിച്ചത് എന്ത്, അയാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റിൽ പെടുകയാണ് ചെയ്തത്. അങ്ങനെ ആക്സിഡൻറ്റിൽ പെടുകയും അയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് അനുഭവിച്ചതിന് ശേഷം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരുപാട് അനുഭവിച്ചതിന് ശേഷമാണ് ആ മനുഷ്യൻ മരിച്ചത്. ഇപ്പോഴാ മനുഷ്യൻ മരിക്കാൻ കാരണം അയ്യപ്പനാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക ആൾക്കാർ മരിക്കുന്നുണ്ട്, ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടേ പോകുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു വാഹന അപകടം പരിക്ക് പറ്റിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനോജ് ശ്രീധർ എന്ന് പറയുന്നയാൾ മരിച്ചു പോയിട്ടില്ല. അയാൾ കുറേ നാൾ കിടന്നതിന് ശേഷമാണ് മരിച്ചത്. അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ അവസാന കാലത്ത് കൃത്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. എന്താണെന്നല്ലേ, ഒരു കല്യാണം കഴിക്കണമായിരുന്നു എന്ന്. 5 വർഷം മുമ്പാണ് ഈ രഹ്ന ഫാത്തിമ ഒഴിവാക്കി പോയത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കല്യാണവും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല, നോക്കാനും ആളില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ റിലേഷൻഷിപ്പും പലരുമായിട്ട് റിലേഷൻഷിപ്പും ഇതൊക്കെ ഉണ്ടാകാം. എപ്പോഴേ ആരോഗ്യമുള്ളപ്പോൾ മാത്രം. ആരോഗ്യമില്ലാത്തപ്പോൾ ഇവറ്റകൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവാടേ, ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അത് തന്നെയാണ് ഇയാൾക്കും ഈ പഹ്യനും സംഭവിച്ചത്. അതായത് ആരോഗ്യമുള്ള കാലത്ത് ഇയാൾ പറന്ന് നടന്ന് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിനി അവസാന കാലത്ത് മരുന്നിന് പോലും പൈസയില്ലാതെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ സഹായം അഭ്യർത്ഥിച്ചപ്പോഴേ അതും നെഗറ്റീവ് തന്നെയായിരുന്നു ഫലം. കാരണം എന്താ, ഈ രഹ്ന ഫാത്തിമയുടെ പേരാണ് അവിടെയും വരുന്നത്. അങ്ങനെ രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ജീവിതം നരകതുല്യമായ ഒരു വ്യക്തി തന്നെയാണ് ഈ പാപം. അതായത് കഴിഞ്ഞ ദിവസം അന്തരിച്ച മനോജ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, മനോജ് നല്ല സന്തോഷവാനാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. മനോജിനെ ഞങ്ങൾ നോക്കിയെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനോജിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം അയാളുടെ വേദന ഉണ്ടായിരിക്കാം. ഞാൻ ഇങ്ങനെ ഒരു ഇതെടുത്തത് കൊണ്ടല്ലേ ഞാനിങ്ങനെ അനാഥനായി പോയത്, ഞാൻ ഇതുപോലെ ആയിപ്പോയത് എന്ന് അയാൾ കൃത്യമായിട്ട് ആലോചിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഈ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ടീമിനെ അവരൊന്നും കണ്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ്. ഒരു കഴിവുമില്ല, അഭിനയിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പ്രസംഗിക്കാനോ കഴിവില്ലാതപ്പോഴേ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുക. അങ്ങനെ നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ട് അതുവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് സമ്പാദിക്കുക. ഇങ്ങനെയുള്ള കാര്യം തന്നെയാണ്.
പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് ചിത്രം വരപ്പിക്കുക, അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ കേസ് വരുമ്പോൾ ശരിയാണെന്ന് പറഞ്ഞാൽ കീഴടങ്ങുക, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാൾ അറിയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പേക്കൂത്തുകളും എന്തൊക്കെയോ കോലങ്ങളും കാര്യങ്ങളും ഒക്കെ കെട്ടുന്ന ഒരാൾ തന്നെയാണ്. എന്തായി കഴിഞ്ഞാലും ശരി, ഇപ്പോഴേ അവരുടെ ആ ഒരു ജീവിത പങ്കാളി ലിവിങ് റിലേഷനിലായിരുന്നു എന്ന് പറയുന്നത് അയാളാണ് ഇപ്പോഴും വിട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റെഹ്ന ഫാത്തിമയോട് കൂടിയാണ്. കാരണം അതായത് നിങ്ങളെ ആരാണ് പ്രേരിപ്പിച്ചത്? അവരാരും ഇപ്പോഴും നിങ്ങളുടെ കൂടെയില്ല. എന്തിനധികം പറയുന്നു, ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോയ ആൾക്കാർ വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങാനും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവരവിടുന്ന് ഓടി ഒളിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം നെഗറ്റിവിറ്റിയാണ് ഈ റെഹ്ന ഫാത്തിമ എന്ന് പറയുന്ന ഈ സ്ത്രീയെ കൊണ്ടുപോയവർക്ക് കിട്ടിയിരിക്കുന്നത്. അത്രത്തോളം ഭയങ്കരമാണ്. എന്ത് കാര്യമാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവർ ചെയ്യാറുണ്ടോ? ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഗുണവുമില്ല ഇവരെ കൊണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയുമ്പോഴും ഭയങ്കര ആക്ടിവിസ്റ്റാണ്, അയ്യോ ഞങ്ങളാണ് മറ്റേ ഭരണ സ്ഥിരാചക്രം തിരിക്കുന്നത്, നമ്മൾക്കുള്ള അധികാരമാണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ആക്ടിവിസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുന്നവരുണ്ട്. പക്ഷെ ഇവരൊക്കെ നുഴഞ്ഞു കയറിയവരാണെന്നേ ഞാൻ പറയുള്ളൂ. ഏതായാലും ആ ഒരു കുറച്ചു കാലം മുമ്പ് ഇവർ വേർപിരിഞ്ഞ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം. ആക്ടിവിസ്റ്റ് രഹ്ന ഫാത്തിമയും പങ്കാളി മനോജ് ശ്രീധറും വേർപിരിഞ്ഞു. 10 വർഷത്തിലേറെയായി ഇരുവരും ലിവിംഗ് ടുഗദറിലായിരുന്നു. ഈ ബന്ധത്തിൽ 2 കുട്ടികളുമുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് രഹ്ന ഫാത്തിമ വിവാദങ്ങളിൽ കുടുങ്ങിയിരുന്നു. രഹ്ന ഫാത്തിമയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് മനോജ് മറുനാടനോട് സംസാരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങളെ ഒരു കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഒരു എന്താ പറയാ, ഒരു 5 വർഷം ജീവിച്ച് കഴിയുമ്പോ തന്നെ നല്ല പിന്നെ പോലെ കുറെ അഡ്ജസ്റ്റ്മെന്റുകളും ഇതൊക്കെ വരുന്നത്, അല്ലെങ്കിൽ കുറെ അധികാരങ്ങളും. അപ്പൊ ഇതിന് പകരം ഒരു ആളുകൾക്ക് ഒരു മാതൃകയാവേണ്ട രീതിയിൽ ലിവിംഗ് ടുഗദറിൽ സൗഹൃദമായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് അധികാരികളിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കും. രണ്ടുപേർക്ക് രണ്ടുപേരുടെ കാര്യങ്ങളുണ്ടാവും, ഒരുമിച്ച് അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അതിനെ കുറിച്ചൊരു പോസ്റ്റ് ഇടുന്നുണ്ട്. അല്ലാതെ അവിടെ വേറെ സാധ്യതയില്ല. ഈ സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന ചെറിയ ഇഷ്യൂ ഇതൊക്കെ ഉണ്ട്, അത് അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അത് ആ ലെവലല്ലല്ലോ നമ്മൾ ആക്കേണ്ടത്. ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരല്ലേ. അപ്പം നിയമപരമായിട്ട് അന്ന് വിവാഹം കഴിച്ചല്ലേ? അപ്പൊ പിന്നെ ഡിവോഴ്സ് വിവാഹം ഇല്ല. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയ നിയമമായിട്ടുള്ള ഒരു സാധനം ഞങ്ങളുടെ ഇതിലില്ല. ഇല്ല. അപ്പൊ ആ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തിയതിന്റെ രേഖകളില്ലേ ചേട്ടാ? ഇല്ല. അത് ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി 2 വീട്ടിലവരെ ഇതാക്കാനായിട്ട് ഓരോ പറഞ്ഞ വെച്ച സാധനങ്ങളായിരിക്കും. ഞാൻ അവിടുന്ന് ചെയ്തു ഇവിടുന്ന് ചെയ്തു നല്ലത്. അത് ഞങ്ങളൊരു പാർട്ടി നടത്തിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ വീട്ടുകാര് എല്ലാം ഞങ്ങളെ സുഹൃത്തുക്കളെ മാത്രം വിളിച്ചിട്ട് 1000 പേരുള്ള ഏരിയ ഹോൾ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് ഗ്രാൻഡ് പാർട്ടി കൊടുത്തു. ഇപ്പൊ ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പാർട്ടി ആയിരിക്കും. അത് നമ്മൾ പരസ്പരം ഈ കുട്ടികളെയും ഈക്കൽ ഉത്തരവാദിത്വം എടുത്ത് ചെയ്യാനുള്ള സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഇതില്ല. മറ്റത് ഓരോ സമയത്ത് നമ്മൾ ഇങ്ങനെ അന്നേരം നമുക്ക് അറിയില്ല നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൾക്കാരുടെ അടുത്ത് വീട്ടുകാരെ കംഫർട്ട് ആക്കുക എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ ക്ഷേത്രത്തിൽ വെച്ചില്ലോ പേര് മാറ്റില്ലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ. അപ്പം ഇനിയിപ്പം നിങ്ങള് പിരിയുമ്പോൾ ഇനിയിപ്പം എറണാകുളത്തുനിന്ന് വിടുവാണോ? എങ്ങനെയാണ്? ഇല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ വീട് തന്നെ ഷെയർ ചെയ്യും. ഒരു വീട്ടിൽ തന്നെ ഷെയർ ചെയ്ത് താമസിക്കും. പുതിയ പങ്കാളിയെ രഹ്ന കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഞങ്ങൾ ഓപ്പൺ റിലേഷനിലായിരുന്നു. അതായത് ഓൾറെഡി ഞങ്ങൾക്ക് പങ്കാളി ഉള്ളപ്പോ തന്നെ അത് പങ്കാളീസ് ആവായിരുന്നു. അത് ജീവിതത്തിൽ എനിക്കുമുണ്ട് അവൾക്കുണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അല്ല ഇവിടെ റീസൺ വരുന്നത്. ഇപ്പൊ സ്വതന്ത്രമായിട്ട് നിൽക്കുകയും ഈ അധികാരങ്ങൾ വരാത്ത ബന്ധങ്ങൾ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിരിയുകയാണ്, ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാലും ഓപ്പൺ റിലേഷൻഷിപ്പാണ്, ഞങ്ങൾ ഷെയർ ചെയ്താണ് ജീവിക്കുന്നത്. എന്തൊരു മനുഷ്യന്മാരോടോ ഇവർ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഈശ്വര, എന്തെല്ലാം ഇവിടെ കേൾക്കുന്നത്, എന്തെല്ലാം പറയുന്നത്, ഇതിനെ കൊണ്ടെന്താ ഗുണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് എന്തൊക്കെയോ ഒരു ജീവിതം. ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഇവറ്റകൾക്കൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറയാൻ കഴിയോ? ഒരിക്കലും പറയാൻ കഴിയില്ല. ആ ചെറുക്കനൊക്കെ എന്ന് പറഞ്ഞാൽ നെഞ്ച് പിരിച്ചിട്ട് ഞാൻ രഹ്ന ഫാത്തിമയുടെ മകനാണെന്ന് പറയും, ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവൂലേ. അതായത് സമൂഹം തന്നെ എന്ന് പറഞ്ഞാൽ കൂവൂലേ.
എന്തിനാണോ ഇങ്ങനെ പറയുന്നതെന്ന് പറയില്ലേ? അപ്പോൾ ഈ ചെറുക്കൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ മല കയറാനും അതിനൊക്കെ പലരും നിങ്ങളെ പ്രലോഭിപ്പിക്കാനും ഇതിനൊക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ ചിലപ്പോഴൊന്നും 8ൻ്റെ പണി കിട്ടുമ്പോഴാണ് നമ്മളെല്ലാം വിവരം അറിയുക. ഇപ്പോഴും കാണുന്നില്ലേ അർബുദ രോഗബാധിതനായിട്ട് കിടന്നിട്ട് ആ മനുഷ്യൻ നരകിച്ചത്? പത്മകുമാർ ഇപ്പോഴെല്ലാം തുറന്നു പറയാനുള്ള കാരണം എന്താ? പത്മകുമാറിനറിയാം ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായത് കുടുംബം മുഴുവൻ മുടിയും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുതൽ കട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടുമോ? അതുപോലെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം വെറുതെ വിടുമോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പിയാണ്. രഹന ഫാത്തിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജ് അങ്ങിട്ട് പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ബൈ ബൈ.